എന്തുടെ പ്രശ്നം? അടികൊള്ളാത്ത സൂക്കേട് തന്നെ. അപ്സക്കെ റെജി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിലെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഏകദേശം 104 വീഡിയോസ് ആ കുട്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ ചുരുക്കം വീഡിയോസ് മാത്രമേ അധികം റീച്ചിൽ എത്തിയിട്ടുള്ളൂ. കൂട്ടി കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? കൂടെ നിൽക്കുന്നവന്റെ കുതികാല് കൊത്താൻ പറ്റുമോ സക്കീർ അലിക്ക്? പറ്റില്ല ഭായി, ബട്ട് ഐ ക്യാൻ. പക്ഷേ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയിട്ടുള്ള 2 വീഡിയോസാണ് ആ പെൺകുട്ടിയുടെ അക്കൗണ്ടിലുള്ളത്. ആ പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ റീച്ച് ആയിട്ടുള്ള 2 വീഡിയോസും സെയിം വീഡിയോസ് ആണ്. ഞങ്ങളൊക്കെ നിനക്ക് തമാശ കളിക്കാനുള്ള ആൾക്കാരാണോ? ഈ വൃത്തികെട്ട ട്രെൻഡ് ഇനിയും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. അപ്സാക്കെ റെജി എന്നൊരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. കൊട്ടാരക്കര കൊല്ലം KSRTC ബസ്സിൽ വെച്ച് ആ അടുത്തിരിക്കുന്ന ചേട്ടൻ ഈ കുട്ടിയോട് മോശമായി പെരുമാറിയെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. ഇഡിയറ്റ്. നിങ്ങൾ ഈ വീഡിയോ 100 വട്ടം കണ്ടു നോക്കിയാലും ആ ചേട്ടൻ മോശമായിട്ട് പെരുമാറുന്നത് കാണാൻ പറ്റില്ല. ഇയാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പാവം തോന്നൂലേ? ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. നിങ്ങൾ ഈ വീഡിയോ 100 വട്ടം കണ്ടു നോക്കിയാലും ആ ചേട്ടൻ മോശമായിട്ട് പെരുമാറുന്നത് കാണാൻ പറ്റില്ല. ഏതൊരു മനുഷ്യനും ബസ്സിൽ ഇരിക്കുന്ന പോലെ അദ്ദേഹവും അവിടെ ഇരിക്കുന്നു. ഇത് പക്കാ റീച്ചിനും ട്രെൻഡ് ആവാനും വേണ്ടി മാത്രം ചെയ്യുന്ന തോന്നിവാസമാണ്. മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. 57 ലക്ഷം പേരാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത്. പക്ഷെ ആ ചേട്ടന്റെയും കുടുംബത്തിന്റെയും ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? കഷ്ടായി പോയി, വെടിവെച്ച് കൊല്ലണപ്പാന്തിനെ. നാളെ എനിക്കോ നിങ്ങൾക്കോ നമുക്ക് ആർക്കും ഈ ഒരു അനുഭവം വരാം. ചെയ്യാത്ത തെറ്റിന് നമ്മളും മോശക്കാരാകാം. ഇതിനിടയിലൂടെ തെറ്റ് ചെയ്യുന്നവർ രക്ഷപ്പെട്ടു പോകാം. നിന്റെ തള്ളയ്ക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ. ഏറ്റവും വലിയ പ്രശ്നം ഇതൊന്നുമല്ല. 100 കണക്കിന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പബ്ലിക് ട്രാൻസ്പോർട്ടുകളിലും പൊതുസമൂഹത്തിലും ദിവസവും ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ തന്നെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അവരുടെ പോലും വിശ്വാസ്യതയാണ് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇല്ലാതെയാക്കുന്നത്. എന്നാണുണ്ടോ നിങ്ങൾക്ക്? എനിക്കും തോന്നിയത്. നാളെ ഒരു പെൺകുട്ടി പരാതി പറഞ്ഞാൽ സമൂഹം അവരെ സംശയത്തോടു കൂടി കാണും, ജഡ്ജ് ചെയ്യും, സഹായിക്കാൻ മടിക്കും. അതുകൊണ്ട് സ്ത്രീകൾ വേണം ഇത്തരം തോന്നിവാസങ്ങൾക്കെതിരെ ആദ്യം പ്രതികരിക്കാൻ. കൊള്ളാം, ഇപ്പൊ പെണ്ണുങ്ങളൊന്നും അത്ര ശരിയല്ല. ആ പെൺകുട്ടി ബസ്സിൽ അനുഭവിച്ചൊരു ദുരനുഭവം എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി പോസ്റ്റ് ചെയ്താണ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ കൈ ഉയർത്തി വെച്ചിരിക്കുകയാണ്. തട്ടുന്നെങ്കിൽ തട്ടട്ടെ എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കും മേ ബി. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ഈ പെണ്ണുങ്ങൾക്കാണ് നിയമം സപ്പോർട്ടെന്നും പറഞ്ഞേ ഈ രണ്ടും പറ്റൂല എന്നുള്ള ഇവിടെ നടക്കൂലേ? ഈ വൃത്തികെട്ട ട്രെൻഡ് ഇനിയും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. പിന്നെ ആ പാവപ്പെട്ട മനുഷ്യൻ ഒരു തരത്തിൽ അഭിനയിക്കുകയോ മൂവിയോ ചെയ്യുന്നില്ല. അയാൾ ഇരുന്ന സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അയാളുടെ കൈ ഒരു തരത്തിലും നീങ്ങുന്നതോ തട്ടുന്നതോ വേറെ ഏതെങ്കിലും ആ ബോഡി പാർട്ടിൽ എത്തുന്നതോ ഞാൻ കാണുന്നില്ല. ഇതെന്തോന്നാണ് ഇത്? ഇതെന്തോന്ന് ലോകം? ഇയാൾക്കൊരു ജീവിതം വേണ്ടേ? മറ്റുള്ളവരുടെ ജീവിതം തൊലച്ചും റീച്ച് കൂട്ടാൻ നടത്തുന്ന ഇത്തരം വൃത്തികെട്ട ട്രെൻഡ് ഇനിയും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. ചെറ്റവർത്താനം പറയല് മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.